ഒരു മലയിടുക്കിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിൽ കുളിക്കാൻ തോന്നും. കാടന്നെയാണ് ഇതൊക്കെ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓ ഗായ്സ്, അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാത്രി ഇവിടെ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി. ആരെ ശല്യമല്ല. തണുപ്പായിരുന്നു എഴുതിയിട്ട് ഇവിടെ അല്ലേ. ഇന്ന് എത്ര മണിക്ക് എണീച്ചിട്ടുണ്ട് അറിയാം? നമ്മൾ 6:15 നീപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ. 6:15 എണീറ്റുണ്ട് ഞങ്ങൾ. 6:15 എണീറ്റ് ഞങ്ങളുടെ കുക്കിംഗ് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രഷ് ചെയ്ത് ചായ കുടിച്ചു. അത്തരം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നിൽക്കുക. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അല്ലേ, എല്ലാ പരിപാടിയും കാട്ടി. ഇവിടുന്ന് ഈ കിട്ടുന്ന ഈ ഒരു മനോഹരമായുള്ള കാഴ്ച അത് രാവിലെ ഒന്ന് കണ്ടു. പക്ഷേങ്കിൽ കോടല്ല കേട്ടോ ഇവിടെ കോടമഞ്ഞൊന്നുമില്ല. തണുപ്പ് മാത്രമേ ഉള്ളൂ. കോടമഞ്ഞ് കൂടി നിൽക്കുന്ന ഒരു സ്ഥലമല്ല, അത് വേറെയാണ്. ഇവിടെ അല്ല, അതിന് അടുത്തിലാണ് അതൊക്കെ അല്ലേ. പിന്നെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മാർക്കറ്റ് വേണം. മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി സെറ്റാക്കണം. അല്ലാതെ ഇവിടെ നിൽക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ കരുതിയത് പോലെയല്ല ഈ ഷിലോങ് ചിറാപ്പുഞ്ചി ഒന്നും. ഇവിടെ നിന്ന് ഒരു മാർക്കറ്റിലേക്ക്, അതായത് ആഴ്ചയിലുള്ള മാർക്കറ്റാണെന്ന് തോന്നുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ്, ഇന്നും ഓപ്പൺ ആണൊക്കെ അറിയില്ല. 24 കിലോമീറ്റർ ആണ് കാണിക്കണത്. അല്ല, ഇതിലെങ്ങനെയൊക്കെ അറിഞ്ഞ അതില അങ്ങനെ പോണല്ലേ. മോനെ ജാതി റോഡാട്ടോ ഇവിടെ കൊറേയൊക്കെ. ഇത് ചർച്ചടാ, ചർച്ച അല്ലേ. ഇതിന് മേലുള്ളൊരു ചർച്ചാണത്. നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോവാണ്. ഇത് ഒരുപാട് വീടുകളുടെ ഇടയിൽ കൂടെ ഒക്കെയാണ് നമ്മളിങ്ങോട്ട് വന്നിരുന്നത് കേട്ടോ. ഇത് ഒരു ഗ്രാമം പോലെ ഒന്നല്ല, കണ്ടാല് നമ്മളെ നാടല്ല. ഒരു എന്താ പറയാ വൃത്തിയോട് കൂടി, ഭയങ്കര വൃത്തിയാണ് അവിടെ. നല്ല ക്ലീൻഡാണ്. അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ വീടുകളൊക്കെ ഒരു ഭാഗത്ത് വീട്, പിന്നെ അധികം ഷീറ്റ് ഇട്ട വീടുകൾ കുറെ ഉണ്ട്, അതുപോലത്തെ ഷീറ്റുകള്. അതിന്റെയൊക്കെ ഒന്ന് ഇവിടെ തണുപ്പില് ആ ഷീറ്റ് കൊണ്ട് ഉപകാരം ഉണ്ടാവാം. അതുകൊണ്ടാവാം ഇവര് ചിലപ്പോ കൂടുതലായിട്ട് അത് ഉപയോഗിക്കാനുള്ള കാരണം. നമ്മൾ ഇന്നലെ വന്നു നിന്ന മാർക്കറ്റാണത്. മാർക്കറ്റ് അല്ല, സോറി, ടൗൺ ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടാ പോവാ. അപ്പൊ ഇവിടെ ഈ ഒരു ടാക്സിക്കാരനോട് ചോദിച്ചപ്പോ നമ്മൾക്ക് ഇതിലെ ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതാണ് സുഖം. നമ്മൾക്ക് ഈ ഒരു റൂട്ടിന് പോയിട്ട് ഇവിടെ ഒരു 7 കിലോമീറ്ററിൽ മാർക്കറ്റ് എടുക്കാം. ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സൊഹാറ എന്ന് പറയുന്ന ഒരു ടൗൺ തന്നെയാണോ വെച്ച ടൗൺ ആണ്. എന്നാലും നമുക്കിവിടെ സ്റ്റേ, അതുപോലെ തന്നെ ഫുഡ് പിന്നെ ഇവരുടെ ഫുഡായിരിക്കും. ഫുഡ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് മാർക്കറ്റ് റോഡ് എന്നാണ് അവിടുന്ന് വീണ്ടും ചോദിച്ചപ്പോ പറഞ്ഞത്. ചോദിച്ചു പോകണം. നമ്മളെ ചോദിച്ചു പോയാലേ നമുക്ക് സാധനം കിട്ടുള്ളൂ. നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ചെറിയൊരു വഴിയിൽ വിൽക്കുന്ന ഒരു മാർക്കറ്റ് കണ്ട്. അപ്പോൾ ഇവിടെ നിർത്തിയതാണ്. പക്ഷേങ്കിൽ നമ്മൾക്ക് പറ്റുന്ന തരത്തിലുള്ളതൊന്നും അതിൽ കിട്ടാറില്ല. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ യൂസ്ഡ് ആണ് കേട്ടോ. അതാ ഉപയോഗിച്ച സാധനങ്ങളാണ്. ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ. ജാക്കറ്റ് നല്ല കിട്ടും. ഫോറിനേഴ്സൊക്കെ വന്നിട്ട് അവർ ഒറ്റ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ട് ഒഴിവാക്കിയ സാധനങ്ങൾ, അതായത് അവരിവിടെ നിന്ന് അത്രയും ദിവസം ഒഴിവാക്കിയ സാധനങ്ങൾ. അങ്ങനത്തെ സാധനത്തിനൊന്നും വലിയ വില ഉണ്ടാവില്ല. എന്നാൽ അത് നല്ല വിലയുള്ള സാധനമായിരിക്കും, നല്ല സാധനമായിരിക്കും. അങ്ങനത്തെ മാർക്കറ്റ് നമുക്ക് കിട്ടും. അങ്ങനത്തെ കിട്ടുന്നതാണ്. ഇന്ന് ഫുള്ള് മാർക്കറ്റ് തപ്പുന്ന ഒരു ദിവസമാണ് അല്ലേ, മാർക്കറ്റ് ദിവസമാണ്. ഇവിടെ പോകുന്ന വഴിക്ക് മറ്റൊരു മാർക്കറ്റ് ഉണ്ട്. ഇതിങ്ങനെ നേരെ ഫോൺ ഇട്ടിട്ട് ചവിട്ടില്ല. ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഇതിങ്ങനെ ഓപ്പണായി വരുന്നുള്ളൂ. അപ്പോൾ ഞാനൊന്ന് എനിക്കൊന്ന് കിട്ടി. ഇത് 700 റുപ്യ ഇതിന് വില പറഞ്ഞു. പക്ഷേ ഇത് അടിപൊളിയാണ് സാധനം. അത് കുക്കുവിന് പാകാണെങ്കിൽ അത് നോക്കാം. ഇതിപ്പോൾ ഇതിലിങ്ങോട്ട് അടക്കാൻ വേണ്ടി പറ്റില്ല. അത് ഞങ്ങൾ വാങ്ങിയത് 500 റുപ്യക്ക് കേട്ടോ അല്ലേ. അതായത് ഇവരോട് നല്ല ബാർഗെയിൻ ചെയ്യണം, നല്ല സംസാരിക്കണം. കുറച്ച് നേരം ഒന്നും മല്ലി പിടിച്ചാൽ പറ്റില്ല. ഒരു തരും. ചിലപ്പോൾ ഇതിനേക്കാൾ താഴ്ത്തി കിട്ടും സാധനം. പക്ഷെ നമ്മൾക്ക് 500 റുപ്യ എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നല്ല ജാക്കറ്റ് ആയതുകൊണ്ടാണ് അല്ലേ. അല്ലേ, ഇടാനൊക്കെ സുഖമല്ലേ. ഇതിപ്പോൾ കേൾക്കാം. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം ചൂടാണ്. ഇപ്പം ഇവൻ ചൂടടിക്കുന്നുണ്ട്. രാത്രിയേക്കാണ് വേണ്ടത്. ഇനി കിട്ടേണ്ട ജീൻസ്, പിന്നെ അതാണ് കിട്ടേണ്ടത് അല്ലേ. പക്ഷേ ഞങ്ങളെ ചോറിൻ്റെ സമയമായി. 10 മണിയാണ് ഞങ്ങളുടെ ചോറിൻ്റെ സമയം. ഇന്നലെ ഉണ്ടാക്കിയ പൂളക്കുട്ടൻ അടിപൊളിയായിരുന്നു. അതൊന്ന് കാണിച്ചു തരാം. പിന്നെ ഞങ്ങളിപ്പോൾ ഇനി പോകുന്നത് ഷിലോങ്ങിലേക്കാണ്.
ഷിലോങ്ങിലാണ് ഇനി ഒരു മാർക്കറ്റ് ഉള്ളത്. ഇവിടെ ഇനി അത്ര വലിയ മാർക്കറ്റില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ അതാണ് അറിഞ്ഞത്. അവിടെ തന്നെ ഇന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അവിടെ പോയാൽ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ കിട്ടും. അതായത് നമുക്ക് ഷൂ ഇടണമെങ്കിൽ അതിന് സോക്സ് വേണം. സോക്സും കൂടി ഉണ്ടെങ്കിലേ ഉള്ളൂ അത് എന്താ പറയുക ചൂട് അതായത് തണുപ്പ് കയറാതെ നിൽക്കുള്ളൂ. അപ്പോൾ അതും കൂടി നോക്കണം. ചോറ് വിളമ്പി ആക്കിയാൽ മതി. ഓക്കെ അല്ലേ? എന്നും കറക്റ്റ് ആയിരിക്കില്ല ചോറ്. 2:30 അത് നമ്മൾ അന്ന് തന്നെ നോക്കി വെച്ചോണ്ട് നന്നായി. പിന്നെ ഇത് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള അരിയാണ്, കുഴപ്പമില്ല. നമ്മളെ നാട്ടിലത്തെ അതേ സാധനം അല്ലേ? ഇവിടുത്തെ റേഷൻ അത്. ആ ഓക്കെ. ഉളക്കൂട്ടാൻ എന്തായി? ആകെ ഉറച്ചോ? ആ കയ്യിൽ തന്നെ എടുത്താൽ മതി. മറ്റെന്ത് വെച്ചാലേ അടുത്ത കഴുകാനാക്കണ്ട. ഉളക്കൂട്ടാനെന്താ എന്നാ പുള്ളയടാ. അത് ഫുള്ള് എടുത്താളട്ടോ. ഇനി ബാക്കിയാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇല്ല പിന്നെ അത് ഫുള്ള് എടുത്താളാം. ഞങ്ങളൊന്ന് ഇതും കൂട്ടി കഴിച്ചിട്ട് നമ്മൾ നേരെ ഷിലോങ് വിടാം. ഓ ഗായ്സ്, ഇതിലെങ്ങനെ വള്ളിയും കൂടെ ആടി അങ്ങോട്ട് പോകണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ ആളില്ലാഞ്ഞത്. ഇന്നാണെങ്കിൽ ആളുണ്ട്. ആളുകളെ കൊണ്ട് കയറിയും കളിയാ. നല്ല ടൂറിസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ കാണുന്ന വണ്ടി ഈ ആസാമിന്റെ ടാക്സിയാണ്. ആസാം ടൂറിസത്തിന്റെ വണ്ടികളാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. ഈ മേഘാലയയുടെ ടൂറിസ്റ്റ്, അതായത് ഇവരുടെ ടാക്സി എന്ന് പറഞ്ഞാൽ അധികം ഈ ഓൾട്ടോ കാറുകളായിരിക്കും. അത് 800 അടക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ. പക്ഷെ ആസാമിന്റെ വണ്ടികളാണ് ഇവിടെ കൂടുതൽ നമ്മൾ കാണുന്നത്. ടാക്സികളില് നല്ല വൈബാണ്. ഇവിടെ നിന്നൊന്നും ആരും വന്നു കഴിഞ്ഞാൽ പോകൂല. അത്രയും നല്ല സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് മേഘാലയ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ പോകാൻ തോന്നുന്നില്ല. നമ്മള് ഇന്നലെയാണ് മേഘാലയയിൽ എത്തിയത്. ഇന്നിപ്പോ നമ്മുടെ 2ാമത്തെ ദിവസം. എത്ര ദിവസം നമ്മളിവിടെ നിൽക്കുന്നത് നമുക്ക് തന്നെ ഒരു ഐഡിയ അല്ല. കാരണം നമ്മളൊന്നും കണ്ടു തുടങ്ങിയില്ല. നമ്മളിവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് എന്തായാലും എടുക്കും. അതിന്റെ കൂട്ടത്തിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത രീതി, ജീവിതശൈലിയും അവരുടെ ഗ്രാമം ഒക്കെ നമ്മൾ പരമാവധി മാക്സിമം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മളുടെ വീഡിയോകൾ വരുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്നത് നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങണം. അതും കൂടി കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ സെറ്റാണ്. മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഇങ്ങനെ ഓരോ കൊട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഏട്ടം കൊണ്ടുണ്ടല്ലേ. പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ അപ്പൊ കുളിക്കണമെങ്കിലൊക്കെ ഇവിടുന്ന് കുളിക്കാട്ടോ. പക്ഷെ ഞങ്ങള് കുളിക്കുന്നില്ല. കുളിക്കാനുള്ള മൂടൊന്നുമില്ല. ആ വൈബിലൊന്നും അല്ല. അതായത് ക്രിസ്മസ് ട്രീന്റെ മാതിരിയാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ലാറിക്കാരൻ ഇവിടെ ഹമ്പുണ്ടല്ലേ, അതാണ് നല്ല സ്റ്റെക്കായത്. പക്ഷേ അന്തരീക്ഷം ഇവിടെ വെള്ളം വന്ന് മഴ പെയ്താലേ വെള്ളം വന്ന് കൂടുന്ന സ്ഥലേക്കാരം. നമുക്ക് ഒതുക്കി തന്നാ വണ്ടി. എന്താ പറയാ. മാർക്കറ്റ് പോയി ഞങ്ങള്. പക്ഷെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ അല്ല. അതായത് ആഴ്ചയിൽ ഏതൊരു ദിവസമാണ്. ആ ദിവസം കറക്റ്റ് നമുക്കറിയില്ല. പിന്നെ ഇവിടെ ചോദിച്ചിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ മാർക്കറ്റോ അല്ലെങ്കിൽ ഷോപ്പിന്നോ നമ്മൾ സാധനം കിട്ടിയിട്ട് നമുക്ക് അടുത്ത ഏരിയ പിടിക്കാം അല്ലേ. അപ്പൊ ഞങ്ങളെ പാന്റ് വാങ്ങി. ഈ പാന്റിന് ഞങ്ങൾ ബെൽറ്റ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. നമ്മുടെ ട്രൗസർ ഇട്ടല്ലോ പോകുന്നത്. അപ്പൊ ഇതിനതിന്റെ ആവശ്യമില്ല. ഇത് എലാസ്റ്റിക് ആണോ. പിന്നെ മാത്രല്ല നമുക്ക് കെട്ടും ചെയ്യാൻ വള്ളിയുണ്ട്. പിന്നെ സോക്സ് വാങ്ങി ഷൂവിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ജീപ്പ് ഉണ്ട്. ഈ ഒരു പാന്റിന് എത്ര? 500 രൂപ. ഇതിന് 50 രൂപ. പിന്നെ ടീഷർട്ട് ഉണ്ട് ഇതുപോലത്തെ. അത് നമ്മൾ എടുക്കുന്നില്ല, വാങ്ങുന്നില്ല ഇപ്പോൾ. കാരണം നമുക്ക് വേണച്ചെഞ്ഞ് വാങ്ങാം. നമ്മളെന്താ വെച്ചാൽ നമുക്ക് ഓവർ തണുപ്പ് തോന്നുവാണെങ്കിൽ നമ്മളിതിൻ്റെ മേലേക്ക് മറ്റേത് ഇടാം എന്ന് എഴുതിയിട്ടാണ്. ഇനി വേണ്ട നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മളപ്പോൾ പിടിച്ച് നമുക്ക് വാങ്ങിക്കാം അല്ലേ. ഓക്കെ ആയില്ലേ. ഇനി കുറച്ച് ചിക്കൻ എന്തെങ്കിലും വാങ്ങല്ലേ. അതിന് ബീഫാണ് എന്തൊക്കെ അറിയാനില്ല. അത് ഇറച്ചി കണ്ടിട്ട് മനസ്സിലാണല്ലോ. അവരോട് ചോദിച്ചിട്ട് മനസ്സിലാണല്ലോ ഒന്നും. നമുക്ക് ചിക്കൻ ആക്കണം എന്നാ. ഇവിടെയൊക്കെ കച്ചവടക്കാർ ലേഡീസാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു മാർക്കറ്റ് തോന്നുന്നുണ്ട് അല്ലേ. പക്ഷേ ഓപ്പൺ അല്ല. ഞങ്ങൾ 1/2 കിലോ ചിക്കൻ വാങ്ങാമെന്ന് കരുതി. ഇപ്പോൾ ചിക്കനല്ലേ വേറെ ഉറപ്പില്ല. ഇവിടെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടാവും ചിക്കനൊക്കെ അല്ലേ. തൊലിയുണ്ട്, തുങ്ങൽ കളഞ്ഞ് തൂക്കിയിട്ടേക്കാം. അങ്ങനെ ചില്ലും കൂട്ടിലേക്ക് ആക്കി വെച്ചതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം കിട്ടും. പീസ് കറി ചോട്ടാ നമ്മുടെ കൂമനാക്കണ്. ഇവിടെ ഒരു നുണച്ചി നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ, ഇനി നമ്മൾ പോകേണ്ട വഴിയാണിത്. ഞങ്ങളിതൊക്കെ ഇപ്പോൾ വാങ്ങാനുള്ള കാരണം വണ്ടി വാങ്ങാനുള്ള കാരണം നമ്മൾക്ക്
ചിലപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇന്ന് ഇവിടെ തണുപ്പായതുകൊണ്ട് എത്ര നേരത്തെ വാങ്ങിയാലും നാശമായി പോകണ ഒരു പേടി പേടിക്കണ്ട. അതാണ് എപ്പോഴും നമ്മൾ സൈഡാക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വാങ്ങി വെച്ചാൽ സുഖമാണ്. നമ്മൾ ഇന്നലെ പോയത് ആ ഭാഗത്തേക്കാണ്. ഇന്ന് നമുക്ക് ഇതിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അപ്പൊ അതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർഫോൾ ഞാൻ പറഞ്ഞ ഇവിടെ കുറെ ഉണ്ട്. നമ്മൾ ഒറ്റൊന്നും കണ്ടില്ല. നമ്മളിപ്പോ ഇന്നലെ കണ്ടു. ഇന്നലെ കണ്ടതല്ലാതെ വെറും വാട്ടർഫോളുകളായിട്ട് കുറെ ഉണ്ട്. അപ്പൊ അത് നോക്കാൻ വേണ്ടി പോകണം. എന്താ അവസ്ഥ അറിയാലോ. പോകുന്ന വഴിയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളവിടുത്തെ പറമ്പ് ഗ്രൗണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. അതിന്റെ ഇടയിൽ കൂടെ റോഡുകൾ. അതിന്റെ ഇടയിൽ കൂടെ ഉള്ള റോഡ്. ഇവിടുത്തെ ഒരു വീടൊക്കെ ഒരു വീടാണ്. പട്ടിക്കുട്ടിനെ കണ്ട കളിപ്പിക്കാണ്. അങ്ങോട്ട് നോക്കടാ, എന്താണത് എന്റെ മക്കളെ. ഇതൊക്കെ കാണാനല്ലേ നമ്മളീ പോന്നിക്കണേ. ഇവിടെ പക്ഷേ ഇവിടെ അല്ല, നമ്മള് പ്രധാനമായിട്ടുള്ള ഏരിയകളിലേക്കാണ് പോകുന്നത്. അതായത് ശരിക്കും നല്ല വ്യൂ കിട്ടുന്ന ഏരിയക്ക്. ഫാൾസുകൾ 2.5 കിലോമീറ്ററിൽ 3 വാട്ടർഫാൾസ് നമ്മൾ കാണാറുണ്ട് അല്ലെ. അത് നമ്മള് പറഞ്ഞ മൗഷഡാം വാട്ടർഫാൾസും ഉണ്ടായില്ല അല്ലേ. മൗഷഡാവ് എന്നൊക്കെയാന്ന് തോന്നുന്നത്. അറിയാനുള്ള എന്നാലും ഉള്ളത് കൊണ്ട് ഒപ്പിക്കാണ്. പോകുന്ന വഴിക്ക് ചെറിയൊരു ഗുഹ പോലെ കണ്ട് അപ്പൊ ഒന്ന് നിർത്തിയതാണ്. വണ്ടി തളർത്തിയിട്ട് നമ്മൾ പോകുന്ന വഴിയാണത്. വിജനമായി കിടക്കുവാണ്. ഇപ്പൊ ഒരു വണ്ടി അതിലിങ്ങനെ പോണ കണ്ടങ്ങൾ പോയി. ഇങ്ങനെ ഇത്രയും ഒഴിഞ്ഞൊരു പ്രദേശമാണ്. അധികം വാഹനങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴി തന്നെ ചെറിയൊരു വഴിയാണ്. ഇത് പോകുന്ന വഴിയിലുള്ളൊരു ഗുഹയാണ്. ഗുഹ എന്ന് പറഞ്ഞാൽ ഗുഹ പോലെയൊക്കെ തന്നെ. ഇതിനകത്ത് കൂടെയൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്ക് ഉണ്ടാക്കിയതാണിത്. ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഏതായാലും ഇത് ഉണ്ടായതാണ്, ഉണ്ടാക്കി തന്നെയാണല്ലേ. ഉണ്ടാക്കി തന്നെയാണ്. ഇത് മാത്രമല്ല പിന്നെ അവിടെ ഉണ്ട്. അവിടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടേക്ക് കയറണമെങ്കിൽ ഇതിലെ പോവാം. പാൻ്റ് ഇട്ടപ്പോൾ നല്ല സുഖമായില്ലേ. ചെറുക്കായും ചെയ്തു. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുറേ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതിലിങ്ങനെ ഇത്രേ ഉള്ളൂ അല്ലേ. ഇങ്ങനെ ഒരു സംഭവമാണ്. ഏതായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് വന്ന് കയറാൻ തോന്നി. വെറും മണലടത് അല്ലേ. മണൽപ്പാറ ഇത്. നമ്മളാ ചവിടിപ്പാറ ഇത് കിണറ്റിലൊക്കെ കാണാം. ആ ടൈപ്പ് സംഭവമാണിത് അല്ലേ. കുറച്ച് ചായ പിടിച്ചാ ഞങ്ങളെ ചോറിട്ട് കഴിഞ്ഞില്ലേ. കുറച്ച് ചായ പിടിക്കണേ. വളരെ ഒഴിഞ്ഞ സ്ഥലമാണ്. ആരുമില്ല. അതിലേക്ക് നടക്കുമ്പോൾ നോക്കി നടന്നു കേട്ടോ. ഇതൊരു വാട്ടർഫോൾസിലേക്കുള്ള വഴിയാണ്. അവിടെ ഉണ്ടോ വണ്ടികളൊക്കെ? അവിടെ വണ്ടി. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഈ ആളല്ല. നമ്മളെ ഇനിയും ഇനിയും പോവാം. മുന്നത്തെ അടുത്ത് പോരാ നമുക്ക്. നമ്മൾ ഏതായാലും തിരിച്ച് റിട്ടേൺ ഇതിലൊക്കെ തന്നെ ആയിരിക്കും. ഇവിടെ ഇഷ്ടം പോലെ വാട്ടർഫോളാണ്. ഇഷ്ടം പോലെ. ഇതിങ്ങനെ പോന്ന് നമ്മളൊരു ഗ്രാമം പോലത്തെ ഒരു ഏരിയക്ക് എത്തിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇടത്തേക്ക് ഇനി ഇങ്ങനെ പോകണം. ഇവിടുത്തെ ചെറിയൊരു പീടിയ കച്ചവടമാണ് അല്ലേ. പീടിയ കച്ചവടം. അവിടെ ലൈസ് പോലത്തെ സംഭവങ്ങളൊക്കെ പലചരക്കിന്റെ കടയാണ്. പക്ഷെ എങ്കിലും അധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സാധനങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. ഇവിടെയൊക്കെ ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് ഗൈസ്. എത്രാനുള്ളിലേക്ക് നമ്മൾ പോകുന്നതെന്നറിയാം. ഒരുപാട് ഉള്ളിലേക്ക്. ഈ ഒരു ചെറിയൊരു റോഡാണ് ഒരു മലന്റെ മേലെ കൂടെ അങ്ങനെ പോകുന്നത്. അതാണ് നമ്മൾക്ക് എന്താ പറയാ ഒരു പ്രത്യേക ഫീലാണ് അതിനെ ഡ്രൈവ് ചെയ്യുമ്പോൾ. കാരണം വെറും വളവും തിരിവും മാത്രമേ ഉള്ളൂ. ചെറിയ വഴിയും നല്ലോണം ശ്രദ്ധിക്കുകയും വേണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികളുണ്ട്. ഓ ഗായ്സ്, നമ്മളാ പോയിരുന്ന ഫാൾസ് ഉണ്ടല്ലോ, അതിലേക്ക് ഇപ്പോ പെർമിഷൻ ഇല്ല. ഇപ്പൊ കൊടുക്കണില്ല. ഇപ്പൊ ആരും പോകണില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് അവര് പറയണത് ഇതിന് മേലെ നമ്മൾ പോരുന്ന വൈക്കൊന്നും കണ്ടിരുന്നില്ലേ? കണ്ടു. അവിടെയാണ് നിർത്തേണ്ടത്. അവിടുന്ന് എങ്ങനെയോ ഉണ്ട് എന്ന് അവര് പറഞ്ഞു. അപ്പൊ അവിടേക്കൊന്ന് പോയേക്കാം. ശരിക്കും ഇതായിരുന്നു നല്ലത്. ഇത് അടിപൊളിയായിരുന്നു. ഇവിടെ നമ്മള് നിർത്തിയാൽ അവിടെ കാണാൻ അറിയില്ല. എന്ത് ഭംഗിയാ കാണാൻ. ഇത്രങ്ങനെ ഹൈറ്റ്. അപ്പൊ അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. പക്ഷെങ്കില് ഏതിലാണ് വഴി? ഇനി അവിടെ ആളുകൾ നിർത്തി കൊടുത്ത് നോക്കാം.
അല്ലേ? അവിടെ ചെന്നോക്കാൻ പറ്റും. ഇവിടേക്ക് ക്യാമറ അലൗഡ് ഇല്ല. ഒരു ക്യാമറ അലൗഡ് ഇല്ല. അപ്പോൾ ഒരാൾക്ക് ക്യാമറ അലൗഡാണ്. വീഡിയോ എടുക്കാൻ 6 റുപ്യ, ഫോട്ടോ എടുക്കാൻ 500 റുപ്യ, ഒരാൾക്ക് ഇവിടെ കയറാൻ 50 റുപ്യ ഒരാൾക്ക്. ഞങ്ങളതുകൊണ്ട് ക്യാമറ എടുക്കണല്ലോ. ഫോണിലെടുക്കാം. ഫോണിൽ എടുക്കാൻ പറ്റുമൊക്കെ അറിയില്ല കേട്ടോ. ഫോണിൽ എടുക്കാന്ന് കരുതിയിട്ടാണ് പോണത്. നടന്ന് പോകണം, കുറച്ച് ദൂരം ട്രക്കിംഗ് ഉണ്ട്. ഇതുപോലെ കല്ല് പൈസ വഴിയാണ്. രസമായിരിക്കും. വാ. പോകുന്ന വഴി ഇങ്ങനെയൊക്കെ കേട്ടാ, നല്ല രസമാണ്. ഒരു ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അത് കാറ്റടിക്കുമ്പോൾ മാത്രമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കല്ലൊക്കെ പതിച്ച് നല്ല വഴിയാണ്. പൂന്തോട്ടമുണ്ട്, ഒരു ഫോറസ്റ്റ് വൈബ് കിട്ടുന്നുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ബാക്കിലൊന്നും ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. ഇറങ്ങിപ്പോന്ന് കുറച്ച് പേരൊക്കെ പോയി. ഇതിലൊക്കെ ഒരു വഴി ഉണ്ടാക്കി. ഇതൊക്കെ പ്രൈവറ്റാന്നൊക്കെ തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര റുപ്യ ക്യാമറക്കൊക്കെ വാങ്ങാറുണ്ടല്ലേ? കുറച്ച് ഏറെയല്ലേ? കുറച്ചല്ല, കുറച്ച് തോനെ. വെള്ളത്തിൻ്റെ സൗണ്ട് അങ്ങ് ദൂരെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇതാണ് ഞാനിവിടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞത്. ഇവിടുത്തെ പുല്ലുകളൊക്കെ നമ്മളെ നാട്ടിലത്തെ അതേ ഏകദേശം അതേ സെയിം സംഭവമാണെന്നുള്ളത്. നാട്ടിലെ ക്ലൈമറ്റ് അല്ല തന്നെ ഉള്ളൂ. ബാക്കി ഇതൊക്കെ ഓക്കെയാണ്, പുല്ലും മരങ്ങളൊക്കെ. പിന്നെ ഇവിടെ തണുപ്പിലുള്ള കുറേ ഉണ്ട്. ഇതൊക്കെ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? ആരതുമ്മിലൊക്കെ ഇരിക്കുക. ഇതൊക്കെ ഉണ്ടാക്കിയ നാലൊക്കെ ഇരുന്നേക്കും. പിന്നെ ആർക്കും നമുക്ക് ഇറങ്ങണ്ടാവില്ല, വേഗം പോയി കണ്ടുപോരുക എന്നല്ലാതെ. ഇനി അങ്ങോട്ട് കുണ്ടുക്ക് അങ്ങനെ ഇറങ്ങി പോകണം. അങ്ങോട്ടുണ്ടെങ്കിൽ മലനിരകളും പച്ചപ്പും അതിലങ്ങനെ ഫുള്ള് തന്നെയാണ് കാഴ്ചയുള്ളത്. വെള്ളത്തിൻ്റെ ശബ്ദം അത് ഇവിടെ മേലെയാണ്. നമ്മളിതിൽ ഈ ഒരു പടി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോയിട്ട് വേണം അടിക്ക് എത്തണം, അടിവാരത്തേക്ക് എത്തണം. അവൻ്റെ മക്കളെ പോകുന്ന വഴി കണ്ട, ഭയങ്കര ഫീലാട്ടോ ഇതിങ്ങനെ പോകുമ്പോൾ. അത് കാണണം, അതാണ് വാട്ടർഫോൾ എന്ന് പറയണത്. സംഭവം ഇതുവരെ ഇങ്ങനെ പോകുമ്പോൾ തണുപ്പുണ്ട്. ഇവിടേക്കൊക്കെ തണലാണ്. അവിടേക്ക് വെയിലത്ത് കൂടെ നടക്കുമ്പോൾ നമുക്ക് തണുപ്പ് തീരെ അനുഭവപ്പെടാത്തത്. പക്ഷെ തണലത്ത് കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല തണുപ്പ് അനുഭവപ്പെടും. പോകുന്ന വഴിയും അന്തരീക്ഷവും ഒക്കെ കളറാണ്. അതാണ് മക്കളെ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. സംഭവം രസമുണ്ടല്ലേ? വെള്ളത്തിൻ്റെ ക്ലിയറും അടിപൊളി. വെള്ളത്തിന് ക്ലിയർ ശരിക്കും അറിയണമെങ്കിൽ കുറച്ചുകൂടി താഴത്തേക്ക് പോകണം, എന്നാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. ചുറ്റുള്ള അന്തരീക്ഷം കണ്ട, മലനിര പച്ചപ്പ് എല്ലാം എടുത്തുനിന്ന് വന്ന് കണ്ടില്ല എന്ന് പറയണ്ട. ഇത് സംഭവം നിസ്സാരം കേട്ടോ, നല്ല രസമുണ്ട് കാണാനത് അല്ലേ? നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്. തണുത്ത കാറ്റാണ്, നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു വൈബ് തരുന്നുണ്ട് ഈ ഒരു വാട്ടർഫോൾ എന്ന് പറയുന്നത്. അധികം ആളുകളൊന്നും ഇല്ല, ഒന്നില്ലാതെ ഇത്രയും വലിയ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ തോന്നുന്നു. ഇതിലങ്ങനെ ഈ ഒരു മലയിടുക്കിൽ കൂടെ ഇതെങ്ങനെ ഒലിച്ചങ്ങനെ പോകും, അങ്ങനെ ഒഴുകിപ്പോകും. മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും ഇതിലേ. പിന്നെ ആ വെള്ളത്തിൻ്റെ ക്ലിയർ ഉണ്ട് നിങ്ങൾ. ക്ലിയർ. അവിടെ സ്വിമ്മിങ് ഒക്കെ പറ്റും, പക്ഷെ അതിന് പ്രത്യേകം പൈസ പിന്നെയും കൊടുക്കണം നമ്മൾ. പിന്നെ മേലേക്കൊരു വഴിയുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ മേലിൽ നിന്ന് കിട്ടുന്നൊരു വ്യൂ കൂടിയും കിട്ടാണ്ട് നമുക്ക്. അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാകും പരിപാടി. ഒരു മലയിടുക്കിലൂടെയാണ് നമ്മൾ ഈ ഒരു വാട്ടർഫാൾസിൻ്റെ മേൽഭാഗം എന്ന് പറഞ്ഞാൽ ഫുള്ളല്ല, ഒരു സെൻറ്റർ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ നിന്നത് ഇവിടെ താഴത്തായിരുന്നു. എന്നാ സ്ഥലല്ലേ? വെള്ളം അങ്ങനെ ചാടിയിട്ട് അതിലെങ്ങനെ ഒഴുകി അങ്ങനെ പോകും അല്ലേ? ഫോർട്ട് വാട്ടർഫാൾസ് എന്നാട്ടോ ഇതിൻ്റെ പേര്. ഈ പേര് ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്, പേരതാണ്. ഇവിടെ കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണല്ലേ? ഇവിടെ കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. വേണ്ടവർക്ക് കുളിക്കാം. നേരെ തലമയ്ക്കാൻ വെള്ളം ചാടാം അല്ലേ? നല്ല സൂപ്പർ സ്ഥലമാണ്, അടിപൊളി. ഈ ഒരു പാറയുടെ ചോട്ടിൽ നിൽക്കുന്നേ, ഒരു മലൻ്റെ ചോട്ടിൽ വെള്ളം ഇതിലൊക്കെ ഇക്കി കിടന്നണ്ട. ഓക്കെ, തണുപ്പില്ലേ? വാട്ടർഫോൾസിൻ്റെ മേലേക്ക് പോകാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചവിട്ട് വഴിയുണ്ട്. അപ്പോൾ ഇതിലെ ഞങ്ങൾ പോയി നോക്കിയാൽ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റിയാലോ. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ മേലേക്ക് നിന്നുള്ള വ്യൂ എന്തായിരിക്കും എന്നറിയില്ല. താഴത്തെ ആളുകളൊന്നും കാണാൻ വേണ്ടി പറ്റുന്നത്, എന്നാലും രസമുണ്ടാവും. ഇവിടെ തുടക്കത്തിൽ നമുക്കൊരു വ്യൂ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ബാരിക്കേഡ് അങ്ങനെ ഒന്നുമില്ല.
പോയി കഴിഞ്ഞാൽ മോനെ നടക്കില്ല വേണ്ടേ നല്ല ഫ്രെയിമാരെ. നമ്മൾ താണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ പോരുന്നത്. നമ്മൾ ഇവിടെ വരെ പോയി ഇവിടെ നിന്നാണ് പോരുന്നത്. അവിടെയാണ് അവർ കുളിക്കണത്. പിന്നെ അതിൻ്റെ താഴത്തേക്ക് പോയി നമ്മൾ ആ ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ ഇതിൽ കുറച്ചുകൂടി വഴി പോകുന്നുണ്ട്. അവിടെയും കൂടി നോക്കിയിട്ട് വരാൻ നല്ല ലുക്കായില്ലേ കാണാൻ. എന്താ അതിൻ്റെ ഒക്കെ ഒരു ഭംഗി. അങ്ങനെ മേഘങ്ങൾ ഇന്ന് മേഘങ്ങളുണ്ട്. മേഘാലയയിൽ മേഘങ്ങളുണ്ടെന്ന്. വെള്ളം കുറവാണ്. ഉള്ള വെള്ളമാണ് ആ ചാടിപ്പോയിക്കൊണ്ട് നിൽക്കണത് അല്ലേ. അതിലൊന്നും വെള്ളം കാര്യമായ രീതിയിൽ വരുന്നില്ലല്ലോ. കുറച്ചുള്ളൂ വരുന്നത്. അപ്പം മഴക്കാലമാണെങ്കിൽ ഇവിടേക്കൊന്നും വന്നു കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കും. ഇവിടെ പാലം ഉണ്ടാക്കിയാണ്ട് മോനെ നമ്മളൊക്കെ ധൈര്യത്തോടെ നടക്കാൻ പറ്റുമോ? ഇല്ലേ ഉണ്ടോ? പോയാ പണി കിട്ടുമോ? ഇവിടെ അമ്മ ഉണ്ടാവും മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. ഇപ്പം ഇവിടുന്ന് ഈ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിൽ വരുന്ന ഇതിൻ്റെ ഇടയിൽ കൂടെ അതിലേയും വരുന്നുണ്ട്, അതിലങ്ങനെ വരുന്നുണ്ട്. ആ വരുന്ന വെള്ളമാണ്. ആ വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ച് അങ്ങനെ പോയിട്ട് അവിടെ പോയി ചാടുക. അതാണ് വെള്ളം. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാൻ പറ്റും തോന്നുന്നു. അതിലൊക്കെ ആളുകൾ അങ്ങോട്ട് കൂടി പാസിങ്. അപ്പോൾ അതിലെ മേലെ കൂടെ വഴിയുണ്ട്. അതിലെ വഴി അല്ലേ? ഈ വഴിന് പോയാൽ പോരെ. ഇതിലെങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ പോവാം. അതാണ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ അല്ലേ? അതെ അതെ. എന്താ ക്ലിയറല്ലേ വെള്ളത്തിന്. അങ്ങോട്ട് നോക്കങ്ങ പൊന്നളിയാ. സൂപ്പർ വെള്ളമാണ്. ആ പാറേൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടാ. നല്ല തെളിയല്ലേ വെള്ളത്തിന്. ഇവിടെ അതൊരു കുയിലേക്ക് ചാടണേ എന്താ. ഇതൊക്കെ ചാടിയിട്ട് നേരെ അതിലങ്ങനെ ഒലിച്ചു പോവാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ കരടിയോ പുലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ജന്തുജാലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് ആകെയുള്ള വെള്ളം. ഈ വെള്ളം ഇങ്ങനെ കുറച്ച് ഒലിച്ച് പോകുന്നതാണ് നമ്മളവിടെ വാട്ടർഫോളായി കാണുന്നത് അല്ലേ? എത്ര ഇവിടേക്ക് വെള്ളം എത്രത്തോളം കയറലുണ്ട് നമുക്കറിയില്ല. ഇനി ഇതുവഴിയൊക്കെ വഴി കാണുന്നുണ്ടടാ. പോയാലോ? പോലെ ധൈര്യല്ലേ? ഞങ്ങൾ ഇതുവഴി ഒന്ന് പോവാണ്. ഓഹോ, ഇതിലെ സംഭവം ആളുകൾ പോകുന്ന വഴി തന്നെയാണ്. ചെറിയൊരു ഭയാനകമാണ് കേട്ടോ. കാരണം നമ്മൾക്കറിയാത്ത നാടല്ലേ. ഇതിലെ പോയിട്ട് എവിടേക്കാണത്? ഇതിങ്ങനൊരു ക്യാമ്പിങ് ഏരിയ ആണത്. ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടാടാ ഉണ്ടോ? അല്ലാതെ പിന്നെ അങ്ങോട്ടൊക്കെ വഴികൾ അങ്ങനെ പോകുന്നുണ്ട്. ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിലൊക്കെ പോവാം, മെല്ലയിലും പോവാം. പക്ഷേ നമ്മൾ ഇനി വണ്ടിയിലേക്ക് പോവാം അല്ലേ? പോരെ? അല്ലെങ്കിൽ അതിലൊക്കെ പോയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. ഗൈസ്, ഞങ്ങൾ ഈ ഒരു വഴിയിലൂടെ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെയും കുറച്ച് ദൂരം കൂടി വന്ന് നോക്കാമെന്ന് കരുതി പോകുന്നതാണ്. പക്ഷേ എങ്കിൽ ഇതിന് എൻഡില്ല, ഇത് അവസാനിക്കുന്ന മട്ടില്ല. ഇതങ്ങനെ പോവന്നെയാണ് ഉണ്ടോ? അതിലൊക്കെ അങ്ങനെ കയറി പോവാണ് ഈ ഒരു വഴി. എവിടേക്കാണ് അറിയില്ല. ശരിക്കും നമ്മൾ കുറേ നേരം വൈകി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറങ്ങിപ്പോവാം. എന്താ വെച്ചാലേ മറ്റേ എന്താണ് സംഭവം അറിയില്ല. ട്രക്കിങ്ങിൻ്റെ ഏരിയ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. റിട്ടേൺ വണ്ടിയിൽ പോയിട്ട് രണ്ടാമത് വേറെ സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. പോകുന്ന റൂട്ടൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് പോകുന്നത് കാണിക്കാഞ്ഞത്. ഇനി ഞങ്ങൾ പോകുന്നത് ജനേല ഫാൾസിലേക്കാണ്. അത് ഈ പോകുന്ന വഴിയിൽ തന്നെ ഉള്ളതാണ്. ഇത് എന്താ പറയുക, ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ ഫോട്ടോ നോക്കിയപ്പോഴേ ഇതൊന്ന് വന്ന് കാണാതെ തോന്നി. ഇവിടെ ഇഷ്ടം പോലെ വാട്ടർഫോൾസാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ടിക്കറ്റ് ഉണ്ടാവും. ടിക്കറ്റും പാർക്കിംഗ് ഫീസ് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് തന്നെ നമുക്ക് ഒരാൾക്ക് 30 രൂപ ടിക്കറ്റ്, അപ്പോൾ 60, 20 രൂപ വണ്ടിൻ്റെ, അങ്ങനെ 80 രൂപ. എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും. എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ട് ഒരുപാട് നേരം നിന്ന് കാണാനും വേണ്ടി പറ്റും. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകും. നല്ല പ്രശ്നമൊന്നും അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഇവിടെ 2 വഴി ഉണ്ടല്ലോ. ഈശ്വര, ഇതെന്താ ലോകാല ഫാൾസ്. അവിടെ ഒരു ഫോൾ ഉണ്ട്. ആദ്യം നമുക്ക് ഇവിടെ പോയോക്കല്ലേ. ഇവിടെ എന്താ വെച്ചാൽ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4:30 വരെ ഉള്ളൂ. കാരണം 4:30 കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ സൂര്യാസ്തമയാണ്. അതുകൊണ്ടാണ് സൂര്യൻ താന്നു പോയി. അതുകൊണ്ടാണ് പോകുന്ന പ്രദേശം കണ്ടത്. എൻ്റെ മക്കളെ,
ഇവിടെ 2 വഴി ഉണ്ടായിരുന്നില്ലേ, ഇതൊന്ന് സ്വിമ്മിങ് പൂളും ഒന്ന് വാട്ടർഫോളാണ്. വാട്ടർഫോളിൻ്റെ വഴി അതാണ്. നമ്മൾ ആദ്യം സ്വിമ്മിങ് പൂൾ പോയി കാണാനുള്ള കാരണം എന്താ വെച്ചാൽ അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരിക്കും. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് കുളിക്കാൻ തോന്നും. പക്ഷേ എങ്കിൽ ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ കാരണം അങ്ങനെ ആരും കുളിക്കൂല അല്ലേ. കാലാവസ്ഥ കൊണ്ട് അങ്ങനെ കുളിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ചെറിയ ടെൻ്റൊക്കെ കെട്ടിയിട്ട് താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ തോന്നുന്നു. അവിടെ വഴി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിരിക്കണം. പക്ഷേ പാർക്കിംഗ് ഫീസ് ഇതൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷേ എങ്കിൽ ഇവിടെ അടുത്തടുത്താണ് ഇതല്ലേ. ഇതെല്ലാം 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണുള്ളത്. അതായത് ഒരു 8-10 ഉണ്ടാവും. ഒരു വീട് ഇവിടെയാണ്, കുറച്ച് വീട് ഒരു 8-10 ഈ റൂട്ടിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ അതാണ് പറഞ്ഞത്. ഇത് നമ്മൾ വരാതെ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. പൊന്നും മക്കളെ എന്നാ ക്ലിയറാ. ഇത് സ്വിമ്മിങ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നേരത്തെ പറയണം, എന്നാലേ നമ്മൾക്ക് ഇത് കുളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ജാക്കറ്റ് കാര്യങ്ങളൊക്കെ തരുള്ളൂ. ജാക്കറ്റും കാര്യമൊക്കെ വേണം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിൽ കുളിക്കാൻ തോന്നും. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ മോനെ എമ്മ ക്ലിയറാ വെള്ളത്തിന്. താഴത്തേക്ക് അങ്ങനെ കാണണമൊക്കെ നല്ല ആഴണ്ടാവട്ടെ അല്ലേ. അങ്ങോട്ടാണെങ്കിൽ പച്ചയായിട്ട് കിടക്കുക. ഇതിലെങ്ങനെ നീന്തി പോകുമ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും. ഇതിലൊന്ന് കുളിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ വേണ്ട, ഞങ്ങൾ ഇനി വാട്ടർഫാൾസിന് എടുക്കോട്ടെ കേട്ടോ. സമയം ഒരുപാടായി, അതാണ്. ഇവിടെയാണ് വാട്ടർഫാൾ. ഇത് നമുക്ക് അതിലെങ്ങനെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഉക്കിനോട് പറഞ്ഞാൽ അവിടേക്ക് വെറുതെ പൈസ കൊടുത്ത് ഇറങ്ങണ്ടല്ലോ, അവിടേക്ക് എത്തിയെങ്കിൽ ഇത് കാണാൻ ഭംഗിയുണ്ട്. അവിടെ ആ പൂള് കിട്ടിയില്ലേ, ആ പൂൾ തന്നെ നമുക്ക് നല്ല ഭംഗിയായില്ലേ കാണാം. ഇതൊക്കെ നോക്കാം ഈ പോകുന്ന വഴിക്കൊക്കെ. ഇതൊക്കെ നമ്മൾക്ക് വ്യത്യസ്തത തന്നെയല്ലേ. ഇതൊക്കെ വ്യത്യസ്തമായുള്ള കാഴ്ചയാണ്. ഇതൊക്കെ കണ്ണിന് കുളിരകുന്ന കാഴ്ചയാണ്. ഇതും വരണടാ. ഇതൊക്കെ നോക്കി എന്താ പറയുക, സംഭവം വെള്ളം കുറവാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളം ചാടുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് നമ്മൾക്ക് ഇതിൽ ഒന്നുകൂടി ഇഷ്ടം തോന്നുക. അത് ഒരു രസമായിട്ട് തോന്നുക. ആ ഒരു ഏരിയ പാറക്കെട്ടുകൾ നിറഞ്ഞിട്ട് അങ്ങനെ വന്ന് ചാടി. പിന്നെ ഇവിടെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിട്ട് നിൽക്കുവാണത്. എന്താ അതിൻ്റെ ലുക്ക്. ഇത്രയും ഏരിയ ഈ ഒരു വെള്ളം ചാടി ഇവിടെ നിൽക്കാൻ പറ്റുന്ന പാകത്തിനുള്ളൊരു ഏരിയ ഉണ്ട്. പക്ഷേങ്കിൽ അതിന് മാത്രം വെള്ളമല്ല അതിനുള്ളൂ, കുറച്ച് വെള്ളമുള്ളൂ. പക്ഷേങ്കിൽ ഉള്ളത് നല്ല മനോഹരമായുള്ള കാഴ്ചയാണ്. സൂപ്പറായി. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഫോളും കൂടി ഉണ്ട്, അതും കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. നിങ്ങൾക്ക് വാട്ടർഫാൾസ് കണ്ട് ചർച്ചോ കിടക്കല്ലേ കേട്ടോ. ഇങ്ങനെ പോയാൽ നമുക്ക് വണ്ടീൻ്റെ അടുത്തേക്ക് എത്താം. പക്ഷേ പോകുന്ന വഴിക്ക് ഈ ഒരു ഫോളും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. അയ്യോ, ഇതൊക്കെ കാട്ടിലേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ ഫീലല്ലേ. കാട് തന്നെയാണ് ഇതൊക്കെ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഫോറസ്റ്റ് ആണോ എനിക്കറിയില്ല. അല്ലത് പക്ഷേങ്കിൽ ഇതിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല് വരെ. ഈ സൈഡൊക്കെ നോക്കിയാൽ കണ്ടോ, ഭയാനകമാണ്. നല്ല രസമാണ്, പ്രത്യേക ഫൈവാണ്. നമ്മൾ ഒറ്റക്കൊക്കെ ആവണം. പിന്നെ മേഘാലയൊക്കെ ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് വരും. അതെ, ഇത് ചെറിയൊരു വാട്ടർഫോളാണ്. പക്ഷേങ്കിൽ ഇവിടെ ഒന്നുകൂടി മനോഹരമാക്കി തീർക്കുന്നത് ഈ ഒരു പാലവും ഉണ്ടാ, ഈ ഒരു മരം കൊണ്ടുണ്ടാക്കിയ പാലം, ഇതിലെയും പാലം. ഇവിടെ നിന്നുകൊണ്ടുള്ള ഫോട്ടോഷൂട്ടിങ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഈ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടുത്തെ മെയിൻ. പ്രകൃതിയായിട്ട് വളരെയധികം ഇണങ്ങി കിടക്കുന്ന ഒരു ഏരിയ ആണല്ലോ. ഈ ഒരു വെള്ളത്തിലെങ്ങനെ ചാടി പോവുകയാണ്. ഇതിലൊക്കെ വല്ല മീനും ഉണ്ടാവല്ലേ. ഇവിടെ ആരെ പാൻറ് ഊരി പോയേ, ഇടാൻ മറന്നാവും അല്ലേ. അത് ഇടാൻ മറന്ന മാതിരിക്ക് തോന്നണേ. പാലടിപൊളിയായി. വെള്ളച്ചാട്ടം വെള്ളം കുറവാണ്, വളരെ കുറവാണ്. വളരെ കുറവാണ് വെള്ളം. എന്നാലും വെള്ളത്തിൻ്റെ ക്ലിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നല്ല എന്താ പറയുക, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഈ ഫോട്ടോഗ്രാഫി മേഖലയിലേക്കുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും വരേണ്ട സ്ഥലം കേട്ടോ മേഘാലയ. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അവിടെ കുഴങ്ങുന്നത് നിങ്ങൾ കാണുന്നതൊക്കെ ഫ്രെയിമേക്കാരം അല്ലേ. പൈസ കൊടുക്കും പോണേ. അതിന് പൈസ എന്താ തരേ ഇവിടെ
അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കുടുങ്ങി അതുകൊണ്ട് കുഴങ്ങി. ഓ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ നേരെ ഇനി വണ്ടിയിലേക്ക്. ചങ്ങന്മാരെ, അപ്പോൾ ഞങ്ങളങ്ങനെ ഇന്നത്തെ സ്റ്റേ തീരുമാനിച്ചു. ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ പിന്നെയും കുറച്ച് ആളുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണല്ലേ. അതായത് ഇവിടേക്ക് ഇങ്ങോട്ട് വീടുകളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് ഒരു ചെറിയൊരു വീടാണ്. ഈ അതിലെ റോഡുണ്ട്, അവിടെ റോഡുണ്ട്. പിന്നെ അതിലൊക്കെ കുറച്ച് ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. നല്ലൊരു ഏരിയയാണ്. ഇനി ഇവിടെ വന്നിട്ട് രാത്രി കിടക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചാണ്ട് ഹലോ 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 ഓർമ്മ വിളിച്ചോ. ചില സ്ഥലത്ത് നിന്ന് രണ്ട് മുട്ട കുട്ടിയെ അതെന്താ വണ്ടാണത്. ചില സ്ഥലത്ത് നിന്ന് ഞാൻ ഉണ്ടാവലുണ്ട് മുട്ടും ക്ലാസ്സിന് ടം ടം അതിൻ്റെ ഒരു നീക്കില്ല നമ്മൾ അങ്ങനെ നീക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിത് ഇങ്ങനെ കഴിഞ്ഞിരിക്കുവാണ്. ഇവിടെ സൂര്യൻ അസ്തമിക്കാനായി. ഇപ്പം അസ്തമിക്കും അല്ലേ, ഏതാനും നിമിഷങ്ങൾ കൂടി ബാക്കി നിൽക്കുക. അപ്പോൾ നമ്മുടെ കൂമനും തന്നെ റെസ്റ്റ് എടുക്കാനുള്ള സമയമായി. ഇന്നിവിടെ കിടക്കും, തണുപ്പ് കൂടി തുടങ്ങി അല്ലേ. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്ത് തയ്യാറാകാൻ വേണ്ടി പോവാണ്. എന്നാൽ പിന്നെ നോക്കുമോ, ഈ ഒരു വീഡിയോ നമുക്ക് കുറച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നാളെ രാവിലെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.